കൈവരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. കേരളം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത എല്ലാ മേഖലകളിലും വികസനം എത്തിച്ചേർന്ന ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടപ്പാക്കിയത്. വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള വലിയ വലിയ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ തന്നെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിൽ ഹൈടെക് സ്കൂളുകൾ, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഏറ്റവും ഉന്നതമായ ചികിത്സ നൽകുന്ന തരത്തിലുള്ള ഗവൺമെൻറ് ആശുപത്രികൾ, ഏറ്റവും പാവപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിലേക്ക് അവർക്ക് പെൻഷൻ 2000 രൂപ പെൻഷൻ നൽകിക്കൊണ്ട് ഏതാണ്ട് 10 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും അപേക്ഷിച്ച് PSC വഴിയുള്ള 3 ലക്ഷത്തിലേറെ നിയമനം നടപ്പാക്കിക്കൊണ്ട് 30 വയസ്സ് കഴിഞ്ഞ 55 വയസ്സോളം വരുന്ന യുവതികളായിട്ടുള്ള വീട്ടമ്മമാരുടെ കൈകളിലേക്ക് 1000 രൂപ പെൻഷൻ, കയ്യിലേക്ക് 1000 രൂപ സഹായം വെച്ച് നൽകിക്കൊണ്ട് ഈ തരത്തിലുള്ള എല്ലാ മേഖലകളിലും എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ദുരിതകാലങ്ങളിൽ ഈ നാട്ടിലെ മനുഷ്യർക്ക് ആശ്വാസം പകർന്നു നൽകിക്കൊണ്ട് എല്ലാ മേഖലയിലുള്ള ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഭരണമാണ് 10 വർഷക്കാലം ഈ കേരളം പിന്നിട്ടത്. തീർച്ചയായും ആ നേട്ടങ്ങളാകെ അഭിമാനത്തോടു കൂടി നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു. ഒരു സംശയവുമില്ല, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കേരളം ഒരു തുടർഭരണം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും എന്തായാലും പ്രതീക്ഷയുടെ ഒരു വലിയ ഒരു ഭാരമാണ് ഇപ്രാവശ്യം LDF നേരിടുന്നത്. എന്തായാലും നമുക്ക് അഡ്വക്കേറ്റ് സാഗി BJP, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തെ കാൻഡിഡേറ്റ് ആയിരുന്നു സർക്കാരിന്റെ മണ്ഡലത്തിൽ നിന്ന്. അപ്പം എന്താണ് BJPയുടെ പുത്തൻ രാഷ്ട്രീയത്തിലെ പുത്തൻ സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും? വളരെ ആവേശകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് BJPയുടെ അല്ലെ മുന്നണി NDAയുടെ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ പരമ്പരാഗതമായി നടന്നു വരുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടുകൾ ഏതാണ്ട് കേരളത്തിൽ ഇന്ന് അംഗീകരിക്കപ്പെടുന്നു. ഇപ്പോൾ കാരണം ഒരു നമ്മുടെ ഭാരതം 2014 മുമ്പുണ്ടായിരുന്നൊരു ഭാരതം, ഈ നരേന്ദ്രമോദി 1ാം സർക്കാരിന് മുമ്പുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പണം സ്വർണവും ഒക്കെ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് കടന്നു ഒരു എഴുന്നേറ്റ് നിന്ന് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി പോലും ഇല്ലാതിരുന്നൊരു രാജ്യം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് എന്താണ് ഒരു ഇന്ത്യക്ക് പുറത്തു പോകുമ്പോഴുള്ള ഒരു അഭിമാനം? അത് പല ആളുകളും, പല ബിസിനസ്സുകാരെ രാഷ്ട്രീയ ഭേദമല്ല. എനിക്ക് ഏറ്റവും കോട്ടബിളായിട്ട് തോന്നിയത് C. ദിവാകരൻ എന്നുള്ളൊരു നമ്മൾ ബഹുമാനിക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. അതെങ്ങനെ വളരെ കാഷ്വലായിട്ടുള്ളൊരു ടോക്കി പറഞ്ഞ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ആണുങ്ങളാണ്, അത് അമിത്ഷായും നരേന്ദ്രമോദിയുമാണ്. അല്ല അദ്ദേഹം അതുകൊണ്ടല്ല, ഞാൻ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാഴ്ചപ്പാടാണ്. അവരുടെ അടുത്ത് അവർ കാര്യങ്ങൾ ചെയ്യാനും പറയാനും നടപ്പിലാക്കാനുള്ള കഴിവുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നുള്ളത് എപ്പോഴും ജനങ്ങളുടെ അല്ലെങ്കിൽ എല്ലാ പരിച്ഛേദത്തിലുള്ള ആളുകളുടെയും ബിയോണ്ട് എല്ലാ ക്രോസ് സെക്ഷനിലുള്ള ആളുകളുടെയും വികസനത്തിന് വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, വിഴിഞ്ഞത്തെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഈ പിണറായി സർക്കാർ വിഴിഞ്ഞം, ഇതിന് മുമ്പത്തെ സർക്കാരുകളുടെ സമയത്ത് വിഴിഞ്ഞം അവിടെ ഉണ്ട്. AK ആന്റണി ഉൾപ്പെടെയുള്ള 9 മന്ത്രിമാർ കേന്ദ്രത്തിലുള്ളപ്പോഴും വിഴിഞ്ഞം അവിടെ ഉണ്ട്. പക്ഷെ നരേന്ദ്രമോദിയെ പോലെ ഒരാൾ സെൻട്രലില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു ഇച്ഛാശക്തി ലോകത്തുള്ള ഇപ്പോൾ നമ്മൾ ലോകത്തിപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഒരു ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള 1 കോടി ആളുകളാണ് ഗൾഫ് റീജിയനിൽ കിടക്കുന്നത്. വലിയൊരു യുദ്ധം നടക്കുക, നമ്മൾ വലിയ ഒരു ക്രൈസിസിലേക്ക് പോവുക. നമ്മളിപ്പോൾ ചില ഹോട്ടലിലൊക്കെ കൊമേഴ്ഷ്യൽ ഗ്യാസുകളിലേക്ക് ഇഷ്യൂസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെയും ലോകത്തുള്ള നേതാക്കന്മാർ പറയുന്നത് ആരിടപെടണമെന്നാണ് പറയുന്നത്? നരേന്ദ്രമോദി ഇടപെട്ടാൽ മാത്രം ഒറ്റ ദിവസം കൊണ്ട് തീരുമെന്നാണ് ഇറാനിലെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റ്സ് പറയുന്നു, അമേരിക്ക പറയുന്നു. അപ്പോൾ എന്താണ് നമ്മളുടെ ഒരു കപ്പാസിറ്റി? നമ്മളെ സംബന്ധിച്ചോളം ഇന്ത്യ വളരുന്നു എന്ന് പറയുമ്പോൾ വെറുതെ വരില്ല. കഴിഞ്ഞ ഈ സാമ്പത്തിക സർവേ 2025-26 സാമ്പത്തിക സർവേയിൽ 7.4% ഗ്രോത്ത് ഉള്ള ഏക രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്നു. നമ്മളുടെ റെയിൽവേ നമുക്കറിയാം എങ്ങനെയാണ് ആ റെയിൽവേയുടെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെയൊക്കെ അവസ്ഥ എന്താണ്.
നമ്മുടെ ഹൈവേകളുടെ വരുന്ന വികസനം എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടില്ല. അതിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം രാജേഷിൻ്റെ ഹൈവേയെ പറ്റിയിട്ടുള്ള പ്രസംഗങ്ങൾ പറഞ്ഞു അത് കേരളം തൊട്ട് ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് മുതൽ ആസാം വരെയുണ്ട്. അത് പണി ചെയ്യുന്ന ഒരാൾ ഗഡ്കരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് രാജേഷിന് അറിയില്ല തിരിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വികസനം, റോഡിൻ്റെ വികസനം, ഇതുപോലെ വിഴിഞ്ഞം പോലെയുള്ള വലിയ പദ്ധതികൾ, ചെറിയ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, ഒരു ടോയ്ലറ്റ് മുതൽ ഒരു ശുചീകരണം വരെ ഉള്ള കാര്യങ്ങളിൽ ചെയ്യുന്നു. ഇവിടെ കോർപ്പറേഷനിലെ അമൃത് പദ്ധതി നമ്മളുടെ പദ്ധതിയാണ്, സ്വച്ഛ ഭാരത് മിഷൻ പദ്ധതി. അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ കൊച്ചിയിൽ നടന്നു പോകുമ്പോൾ CSML എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ്? സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന് 500 കോടി രൂപയാണ് കൊച്ചിയുടെ വികസനത്തിന് വന്നിരിക്കുന്നത്. ഓരോ തവണയും നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ പൈസ. പക്ഷെ പിണറായി സർക്കാരിനെ പറ്റിയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാട്, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള എന്നെ മാറ്റിവെക്കുക. ഒരു CPMലോ CPIയിലുള്ള സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു എന്നുള്ളത് വിലയിരുത്തപ്പെടണം. കാരണം അവർ കർഷകരായിട്ടുള്ളവരും പാവപ്പെട്ടവരും സഹകരണ ബാങ്കുകളിൽ കൊണ്ടിടുന്ന പൈസ മുതൽ ഒരു വിശ്വാസി ശബരിമലയിൽ കൊണ്ടിടുന്ന പൈസ വരെ മുഴുവൻ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോബിൻഹുഡ് ട്രെയിനിങ് ആയിരുന്നു ഈ കഴിഞ്ഞ രണ്ടാമത്തെ പിണറായി സർക്കാർ പ്രത്യേകിച്ച്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ അവരാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നിന്ന് അവര്. ഞാൻ ചോദിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇടതുപക്ഷം ഒരുപാട് കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലാണ്. കാരണം സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റി എന്ന് അവർ അവകാശപ്പെടുന്നു അല്ലേ? ഞാൻ പറയാം, സാധാരണക്കാരന് വേണ്ടിയിട്ട് നിങ്ങൾ കാണുക, ഇവിടുത്തെ സ്ത്രീ സമൂഹം അവർ പറഞ്ഞ അവരുടെ 2021 മാനിഫെസ്റ്റോയിൽ പറഞ്ഞാണ് 40 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും. ആ മാനിഫെസ്റ്റോയിലെ 8 പ്രധാന വാഗ്ദാനങ്ങളിലൊന്നാണത്. എത്ര പേർക്ക് കൊടുത്തു? എൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞു 3 ലക്ഷം അല്ല 4 ലക്ഷം. പക്ഷെ ഞാൻ പറയുന്നു PSC റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്ത ധാരാളം ആളുകൾ പിൻവാതിലിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അതൊരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ശരിയല്ല. നമ്മളിൽ ചെയ്യുന്ന അവിടെ ആരാണ് മുട്ടിലഴിഞ്ഞ് നേഴ്സുമാരുൾപ്പെടെ ആളുകൾ സെക്രട്ടറിയിൽ നടക്കുന്നുണ്ട്. PSCയുടെ റാങ്ക് ലിസ്റ്റുകൾ നിരന്തരമായിട്ട് അതിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നേഴ്സുമാരുണ്ടാവും. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ അവരുടെ പാർപ്പിടം, അവരുടെ വസ്ത്രം, അതുപോലെയുള്ള അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, വിദ്യാഭ്യാസം, ഇതെല്ലാ കാര്യങ്ങളിലും. പക്ഷെ അതിനൊക്കെയുള്ള ഒരു ഫണ്ട് ഉണ്ടാവണം, വേണ്ടേ? ഇപ്പം നമ്മൾ മിനിഞ്ഞാന്നത്തെ പത്രങ്ങൾ കണ്ടില്ലേ, ഒരു മാനസികമായിട്ട് അല്പം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടമ്മ അവിടെ കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്. തെരുവ് പട്ടി വന്ന് വലിച്ചഴിച്ച് ആ വീടിനുള്ളിൽ കയറിയിരുന്ന് കടിച്ചു കൊന്നു. ആ ഫോട്ടോ കാണരുതെന്നാണ് അവിടെ ചെന്ന് മോർച്ചറിലേക്ക് വന്ന നാട്ടുകാരോട് വന്ന ഡോക്ടർമാർ പറഞ്ഞത്. മനക്കരുത്തില്ലാത്തൊരു ഈ വഴിക്ക് വരണ്ട എന്നുള്ളതാണ്. തീർച്ചയായും അതെല്ലാം ഏതൊരു സർക്കാർ ഭരിച്ചാലും ഏതൊരു കാലഘട്ടം നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടോ? അല്ല, ഞാൻ സമ്മതിക്കുന്നു, ലിമിറ്റേഷനെ അല്ല ഞാൻ പറയുന്നത്. ഇവർ പറയുന്ന വാഗ്ദാനങ്ങളിൽ എത്ര പെർസെൻറ്റേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര പെർസെൻറ്റ്? ഇപ്പോൾ നേഴ്സുമാരുടെ പ്രശ്നം ഒരു സർക്കാർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവരോട് കാണിക്കേണ്ട സമീപനമാണോ ശരി? നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവരെ അവഗണിക്കാനുള്ള അവകാശം എങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഒരിക്കലും രാജഭരണമൊന്നും അല്ലല്ലോ കേരളത്തിൽ. അപ്പോൾ എന്തായാലും അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തിയുണ്ട്. നമുക്ക് റോഡ് വികസനം വന്നു, വിഴിഞ്ഞം വന്നു. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തി, അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അല്ല, അതിനിപ്പോൾ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇന്ത്യക്കുണ്ടായത് എന്നൊരു വാദം തുടങ്ങിയിരിക്കാൻ കഴിയില്ല. സ്വതന്ത്രാനന്തര ഭാരതം ഇന്ന് കാണുന്ന നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് രാജ്യത്തിൻ്റെ പൊതുമേഖല സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതിയിലൂടെയാണെങ്കിൽ തന്നെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി, നെഹ്റുവിൻ്റെ കാലവും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുറന്നു വന്നതുമായിട്ടുള്ള പദ്ധതികൾ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന സാമ്പത്തികമായ ശാസ്ത്രയുദ്ധത്തിലേക്കുള്ള ആ വഴി, ഇതെല്ലാം ഈ നാട്ടിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമ്പത്തുണ്ടാക്കുക അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നേരത്തെ ഈ 70 വർഷക്കാലം രാജ്യത്ത് ഭൂരിപക്ഷ കാലവും ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം സമ്പത്തുണ്ടാകുക എന്നതിനപ്പുറം അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാകുക എന്നതിനപ്പുറം ഇതിൻ്റെ ഒരു വിതരണം എന്നുള്ളത്, സമ്പത്തിൻ്റെ ന്യായമായ വിതരണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാന വിഷയം.
ഭക്ഷ്യധാന്യങ്ങളുടെ ന്യായമായ വിതരണം ഉണ്ടാകുന്നില്ല. ഭക്ഷ്യധാന്യങ്ങൾ FPI ഗോഡൌണുകളിൽ കെട്ടിക്കിടന്ന് പുഴുവരിച്ച് നശിച്ചു പോകുന്ന സാഹചര്യത്തിലും ഈ രാജ്യത്ത് പട്ടിണി മരണങ്ങൾ നടന്നിട്ടുണ്ട്. പട്ടിണിയിലേക്ക് വരുന്ന ബഹുഭൂരിപക്ഷം ഇന്ത്യയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും ഗോഡൌണുകളിൽ കിടന്ന് ഭക്ഷ്യധാന്യം നശിച്ചു പോയിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചു നൽകാൻ ആവശ്യമായ ഉന്നത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയമാണ്. സമ്പത്ത് കുന്നുകൂടുമ്പോൾ പോലും ആ സമ്പത്തിന്റെ ന്യായമായ വിതരണം, എല്ലാവരിലേക്കും തുല്യതയാർന്ന പങ്കുവെക്കലുകളില്ല എന്നതാണ് വിഷയം. ഇവിടെ നരേന്ദ്രമോദിയുടെ കാലത്ത് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നെഹ്റു ഉണ്ടാക്കിയ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്നു. അതിൽ നിന്ന് വരുന്ന പണം രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഞങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഭാഗമാണ് എന്ന് കാണിച്ചുകൊണ്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും സമ്പത്ത് ആരുടെ കൈകളിലേക്ക് എത്തി എന്ന ചോദ്യത്തിൽ അദാനിമാരുണ്ടായിട്ടുണ്ട്, അംബാനിമാരുണ്ടായിട്ടുണ്ട്, കോർപ്പറേറ്റുകൾ ഈ രാജ്യത്ത് വളർന്നിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ വ്യാവസായിക ഭീമന്മാർ വളർന്നിട്ടുണ്ട്. അതെല്ലാം സ്വകാര്യ മേഖലയിലെ ആ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ ആകെ എടുക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഇത് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു ചോദ്യമില്ലേ? ഈ രാജ്യത്ത് ഒന്ന് പറഞ്ഞിട്ടെ, ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി UPA ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന ഇടതുപക്ഷം അതിനകത്തൊരു കോമൺ മിനിമം പരിപാടി എന്നതിൽ കൊണ്ടുവന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങൾക്ക് 100 ദിവസമെങ്കിലും തൊഴിലുറപ്പാക്കി അവന്റെ കൈകളിലേക്ക് സമ്പത്തെത്തുക, അവന് ഒരു ചെറിയ സമ്പത്ത് കുറഞ്ഞ കുരിയാണെങ്കിൽ പോലും എത്തുക എന്നുള്ള സങ്കല്പത്തിൽ കൊണ്ടുവന്നു. അതിനെ തകർത്തില്ലേ? അപ്പൊ അടിസ്ഥാന വർഗത്തിന്റെ കൂടി ഇല്ല. നരേന്ദ്രമോദിയോ BJPയോ ഈ ഗവൺമെന്റോ ഇല്ല. സമ്പത്തുണ്ടാകുന്നു, സമ്പത്ത് ഒരു ഭാഗത്ത് കൊണ്ടുകൂടുന്നു. ആ സമ്പത്തിന്റെ ഒരു പങ്ക് വാങ്ങി അടുത്ത കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ വിഹിതം വാങ്ങുന്നു. തെരഞ്ഞെടുപ്പിൽ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് MLA-മാരെ വിലക്ക് വാങ്ങുന്നു, MP-മാരെ വിലക്ക് വാങ്ങുന്നു. അങ്ങനെ വിലക്ക് വാങ്ങപ്പെട്ട MP-മാരെയും MLA-മാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഭരണം പിടിച്ചിട്ടുണ്ട് BJP. അത് BJPയുടെ വളർച്ച എന്നതിനപ്പുറത്തേക്ക് കോർപ്പറേറ്റുകൾ നൽകുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കിട്ടുന്ന പണത്തിന്റെ അല്ലെങ്കിൽ സമ്പത്ത് വിറ്റ് കിട്ടുന്ന പണത്തിന്റെ ഭീമമായ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഭരണം പിടിക്കാം എന്ന് തെളിയിച്ചിട്ടുണ്ട്, BJP തെളിയിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം. പിന്നെ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ചില അടിസ്ഥാന എനിക്ക് തോന്നുന്നു വിശ്വസനീയമല്ലാത്തൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ വരുന്ന പണം സർക്കാർ എടുത്ത് ചെലവഴിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു വേദിയിൽ അങ്ങനെ ഒരു പ്രവർത്തനം പറയാമോ? അങ്ങനെ ഒരു പ്രവർത്തനം പറയാൻ കഴിയുമോ? ഒരു ദേവസ്വം ബോർഡിലേക്ക് വരുന്ന ദേവസ്വം ബോർഡിലേക്കാണ് ആ പണം പോകുന്നത്. ശബരിമലയിൽ വരുന്ന പണം ഒരിക്കലും സർക്കാർ ഖജനാവിലേക്കല്ല പോണേ. ആ പണം കൊള്ളയടിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന് കാണാം, അറിയാം. ശബരിമല പണം സർക്കാർ എടുത്ത് വല്ലാതെ എന്ത് ചെയ്യുന്നു എന്ന തരത്തിലേക്ക് ഒരു വർത്തമാനം വന്നു. ആ വർത്തമാനം അടിസ്ഥാനമായിരിക്കും സർക്കാരിന് അങ്ങനെ ചെലവഴിക്കാൻ കഴിയില്ല. ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പണം ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന നിവൃത്തിയില്ലാത്ത നിരവധിയായ അമ്പലങ്ങളുടെ പുനരുദ്ധാരണത്തിനും അവിടുത്തെ ശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ശമ്പളത്തിനും മറ്റു കാര്യങ്ങൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അണ്ടർ വരുന്ന ഒരുപാട് അമ്പലങ്ങളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിൽ നിന്നാണ് ശബരിമല അടക്കമുള്ള മറ്റുള്ള സ്ഥാനന്തര അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ഫണ്ടൊന്നും ഒരിക്കലും എടുത്ത് ചെലവഴിക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ ശബരിമല കൊള്ളാം, അത് സ്വാഭാവികമായിട്ട് നടക്കില്ല. അന്വേഷണം നടക്കുകയാണ്. ഇവിടെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ SIT അന്വേഷണം നല്ലതായിരുന്നു. അതുപോലെ തന്നെ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അന്വേഷണം കറക്റ്റ് വഴിയിലായിരുന്നു എന്ന് പറയുന്നു. ഈ സാധനം തന്ത്രിയിലേക്ക് ചെല്ലുമ്പോൾ, കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ചെല്ലുമ്പോൾ, സോണിയാഗാന്ധിയിലേക്ക് ചെല്ലുമ്പോൾ SIT അന്വേഷണം മോശമാണ്. അവിടെ ഹൈക്കോടതിയുടെ കീഴിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ്, ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വമോ ഇടപെടുന്നു, വഴിതെറ്റിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന വർത്തമാനമല്ലേ? ഞാൻ പറയുന്ന ഒരു ഭയാശങ്കയുമില്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് കവർച്ചയ്ക്കകത്ത് ഇടതുപക്ഷത്തിൽ ആർക്ക് പങ്കുണ്ടെങ്കിലും അവർ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, പിടിക്കണം. ഒരു അന്വേഷണം അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റാണ് പറഞ്ഞത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നത് ഗവൺമെന്റാണ്. അതുകൊണ്ട് ശബരിമലയെല്ലാം ചർച്ചയാക്കി ഒരു വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി അതെല്ലാം ഇലക്ഷൻ ഉപയോഗിക്കാം എന്നാണ് ധരിക്കുന്നത്. ഇത് ഏക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് അഭിമാനകരമായ നേട്ടം കൊണ്ടുവരും. വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. ഒരു വിശ്വാസ സമൂഹത്തെയും ഇല്ലായ്മ ചെയ്യുന്നില്ല. വിശ്വാസികളോടൊപ്പം ഇടതുപക്ഷ സർക്കാരുണ്ടാകും. വിശ്വാസത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന ആളുകളെ തുറന്നു കാണിക്കാനും ഇടതുപക്ഷം തയ്യാറാണ്. ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വളരെ മുൻപിലാണെന്ന് നമുക്കറിയാം. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമാവുന്നതിൽ മറ്റു മുന്നണികളും UDF-ഉം BJP-യും അത് മുന്നിലേക്ക് വെക്കും. ഞങ്ങൾ പന്തളത്ത് ജയിച്ചവരാട്ടോ മുനിസിപ്പാലിറ്റി. കോറായിട്ടുള്ള നിങ്ങൾ ഓർക്കുകൊണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്തായാലും ശബരിമല ഇഷ്യൂ ഉണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞതിനെ കൂട്ടിയോജിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പറയാനില്ല. അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം എന്താണ് ന്യായീകരിക്കാനായിട്ട് അവർ ശ്രമിക്കും. നമുക്കറിയാം ഈ പത്മകുമാറിനെ തന്നെ ഇപ്പൊ തന്നെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. ഇപ്പൊ നടപടി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നേ ഉള്ളൂ. ആയിക്കോട്ടെ. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും
ജനാധിപത്യ സമ്പ്രദായത്തിൽ അത് നമ്മൾ കാണുന്നതാണ്. നിങ്ങളൊക്കെ ശബരിമലയ്ക്ക് പോയിട്ട് എത്ര പേരുണ്ട്? നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഭഗവാനെ തൊഴുന്നതിൻ്റെ തൊട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന പാളികൾ വരെ അടിച്ചു മാറ്റാം. അത് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ വിശ്വാസപൂർവ്വം ചെല്ലുന്ന സ്ഥലം അല്ലെ, അതല്ലേ കാണുന്നത്. അതുപോലും അടിച്ചു മാറ്റാനായിട്ടുള്ള ചങ്കൂറ്റമുള്ള ഒരു ലോബിയെ അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഭരണത്തിലെ മറ്റ് സ്ഥലങ്ങളിലെ അവസ്ഥ? ഇവിടെ ഈ തൃക്കാക്കരയിൽ ഇദ്ദേഹത്തിന് പോലും അറിയാം, നമ്മളൊരു സഹകരണ പ്രളയം വന്നപ്പോൾ ഫണ്ട് കൊടുത്തിട്ട് ആ ഫണ്ട് സൊസൈറ്റി പോയിട്ട് കളക്ടറാണ് കണ്ടുപിടിച്ചത്. അത്ര 48 ലക്ഷം രൂപ ഈ പ്രളയത്തിൻ്റെ ഫണ്ട് വന്നിട്ട് അവിടുന്ന് അടിച്ചോണ്ട് പോയിട്ട് അവിടുത്തെ സൊസൈറ്റിയിലുള്ള ആളുകൾ ഇതെല്ലാം താഴെയുള്ള സഖാക്കന്മാരാണ്. ഇവർക്ക് CPI-ക്കാർക്കൊന്നും ഇതിൽ വലിയ ആയിട്ട് ഇല്ല. CPM-ന്റെ ലോക്കലായിട്ടുള്ള നേതാക്കന്മാരെ കളക്ടറാണ് പിടിച്ചത്. ഞാൻ പറയുന്നത് വെറുതെ പറയല്ലേ അല്ലേ? എത്ര പിന്നെ ആരും അന്വേഷണത്തിൽ വന്നത്? ഏതായാലും പൈസ തിരിച്ചു. ബോർഡ് മെമ്പറായിരുന്നു. 48 ലക്ഷം രൂപ ശരിയായിരുന്നു? അല്ല, 10 ലക്ഷം. പറഞ്ഞല്ലോ, സജിയോട് പറഞ്ഞു. ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഭരണസമിതിയുടെ പ്രസിഡന്റ് തന്നെയാണ് കളക്ടർ അടുത്ത് നിന്നിട്ട് ഞാൻ ബോർഡ് മെമ്പറായിരുന്നു. ഞാൻ ആ ബോർഡ് മെമ്പറായിരുന്നു. പ്രളയ ഫണ്ടിന്റെ വിഷയത്തിനകത്ത് അയ്യനാട് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബോർഡ് മെമ്പറാണെന്ന് ഞാൻ കൂടി ഇരിക്കുന്ന ബോർഡിലാണ് പ്രസിഡന്റ് പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അപ്പൊ തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കം പോയി കളക്ടറെ കണ്ട് കളക്ടറോട് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു. അല്ല, ഈ സംഭവം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നടന്നു, ആര് നടത്തി എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അവിടുത്തെ അന്നത്തെ CPM-ന്റെ LC മെമ്പർമാരായ 2 പേർ അതിൽ പ്രതികളാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് ഈ സഹകരണ ബാങ്കിന് ഒരു പ്രശ്നമുണ്ടല്ലോ, IFSC കോഡ് ഇല്ലാത്തത് കൊണ്ട് സഹകരണ ബാങ്കിനകത്ത് ഡയറക്റ്റ് പണം ഇടാൻ കഴിയില്ല. ഈ IFSC കോഡ് ഇല്ലാത്ത സഹകരണ ബാങ്കുകൾ വേറൊരു പൊതുമേഖലാ ബാങ്കിലേക്ക് ഒരു അക്കൗണ്ട് ചേരും, ബാങ്കിന്റെ പേരിൽ അക്കൗണ്ട് ചേരുകയും ആ ബാങ്കിലാണ് പണം വരുന്നത്. ആ പണം വന്ന് 2 ദിവസം ആയിട്ട് ഇത് പിൻവലിക്കാതെ വന്നപ്പോഴാണ് സെക്രട്ടറി നേരെ ബാങ്കിൽ ചെന്നത് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു പണം വന്നത് കളക്ടറേറ്റിൽ നിന്നാണ്. കളക്ടറേറ്റിൽ ചെല്ലുമ്പോഴാണ് പറയുന്നത് ട്രഷറിയിൽ നിന്ന് വന്നു, ഇത് പ്രളയ ഫണ്ടാണ്. അപ്പോഴാണ് ആ ഒരു വ്യക്തി പിറ്റേ ദിവസം പണം പിൻവലിക്കാൻ വരുമ്പോൾ തരാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ വീട് ഇതിനകത്ത് പ്രളയത്തിൽ പെട്ടിട്ടില്ല, കാരണം ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന വീടിരിക്കുന്ന സ്ഥലത്താണ്, പ്രളയം ഇതിനകത്ത് പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ് പണം കൊടുക്കാതിരിക്കുകയും അങ്ങനെയാണ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, അഡ്വക്കേറ്റ് KR ജയന്തനായിരുന്നു പ്രസിഡന്റ്, സഖാവ് നേരിട്ട് തന്നെ ചെന്നു കളക്ടറോട് ഇത് അന്വേഷിക്കണം എന്ന് പറയുകയും പിന്നെയും ഡിലേ വന്നു. ന്യായീകരിച്ചതല്ല, പക്ഷേ ആ ഭരണസമിതി ഞാനടക്കമുള്ള ഒരുപാട് തെറ്റിദ്ധാരണ അതിനകത്ത് വന്ന എനിക്കൊരു വേദിയിൽ പറയാൻ ഇത് കിട്ടില്ല. പക്ഷെ ഇപ്പൊ സജി പറഞ്ഞത് കൊണ്ട് എനിക്ക് അതിനകത്ത് കൂട്ടി ആ ഭരണസമിതി തന്നെ തീരുമാനമെടുത്ത് കളക്ടർ അടക്കമുള്ളവരോട് അന്വേഷിക്കണം. അങ്ങനെയാണ് പുറത്തു വരുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ച വിഷയം ഇത് ഇദ്ദേഹം ഈ ഒരു സ്ഥലത്തെ മാത്രമല്ല, നമ്മുടെ 85-ലെ രാജീവ് ഗാന്ധി ഒരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസ 1 രൂപയാണ് നമ്മൾ ഒരു സാധാരണക്കാരന് കൊടുക്കുന്നുവെങ്കിൽ അവന് കിട്ടുന്നത് 15 പൈസയാണ്. ഇതിൻ്റെ വേറെ വേർഷനാണ്. 85% തുകയും ഈ ഇടനിലക്കാരോ രാഷ്ട്രീയക്കാരോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പുതിയ വികസനം വന്നു, ഡിജിറ്റലൈസേഷൻ വന്നു. ഇപ്പോൾ എങ്ങനെയാ, ഇപ്പോൾ കർഷകർ കിസാൻ സമ്മാൻ നിധി എന്നുള്ള കർഷകർക്കുള്ള ഫണ്ട് അവിടെ ഒരു ബട്ടൺ നടത്തിയാൽ മുഴുവൻ ആളുകളുടെയും ബാങ്കിൽ വരുന്ന 2000 രൂപയാണ്. അതിലൊരു പാർട്ടിക്കാരനോ ഒരു പഞ്ചായത്ത് മെമ്പറോ കൃഷി ഓഫീസറോ ഒന്നും ഇടപെടില്ല. കാരണം നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ക്ലാരിറ്റി, സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കവും കാര്യങ്ങളും ഒക്കെ വന്നത് ഈ ഭരണകാലത്ത് ഒന്നാണ്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു സഹകരണ ബാങ്കിൽ എന്താണ് IFS കോഡ് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഈ സഹകരണ ബാങ്കിൽ ഈ നമ്മൾ കരുവന്നൂർ തൊട്ട് കണ്ടില്ലേ ആളുകളെ, അതൊക്കെ വർഷങ്ങളായിട്ട് സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നട്ടെല്ലാണ്. നമ്മൾ അതിനെ അംഗീകരിക്കുന്നില്ല. എത്ര പേര് ഇപ്പൊ പാർട്ടി തന്നെ നടപടി എടുത്ത് എത്ര പേര് നടപടിയെടുത്തു? അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇത്തരം ഒരു സംവിധാനം നമ്മുടെ അവിടെ ഒരു അന്വേഷണം വരുവാനും ഒരു ED ഉള്ളതും അങ്ങനെയൊക്കെ നോക്കാൻ ആളുകളുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു ചേഞ്ച് വന്നത് അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നുള്ളത്, പൊളിറ്റിക്സ് എന്നുള്ളത് ഈ പറയുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതും അവനുള്ള അവകാശം അതൊരിക്കലും മിഡിൽ മാൻമാരോ ഭരണാധികാരികളോ കൊണ്ടുപോകാനുള്ളതല്ല. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പം നിങ്ങൾ BJP-യുടെ കേരളത്തിലെ നേതൃത്വം അല്ലെങ്കിൽ കേരളത്തിലെ അങ്ങേ പോലുള്ള പ്രവർത്തകരും മെമ്പേഴ്സും ഒക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതായത് പ്രധാനമന്ത്രിയുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പം പ്രധാനമന്ത്രി കിസാൻ
അങ്ങനെയുള്ള മുദ്രാ ലോണുകൾ, അങ്ങനെ ഒരുപാട് ലോണുകളുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ BJP നേതൃത്വം ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഇത്രയും ഒരു സംഭവം ജനങ്ങളിലേക്ക് ഒരു അവയർനെസ് അറിയാൻ പാടില്ലാത്ത എത്രയോ ആൾക്കാർ ഇപ്പോഴുണ്ട്? അതെന്താണ് നിങ്ങളുടെ BJP കേരള ഘടകത്തിന്റെ ഒരു പരാജയം? അല്ല, അത് പരാജയമല്ല, ഇത് BJPക്കുള്ള പദ്ധതിയല്ല, എല്ലാവർക്കും കൂടിയുള്ള പദ്ധതിയാണ്. അല്ല, ഞാൻ പറയണത് ഗവൺമെന്റ് അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പം നമ്മളുടെ ഏത് മിനിസ്ട്രികളുടേതും വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴിയും ചെയ്യാനുള്ള സംവിധാനമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ എത്തുന്നതിന് കേന്ദ്രത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്ന ചില സംസ്ഥാനം, നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനം സിസ്റ്റമാണല്ലോ. ഇദ്ദേഹത്തോട് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ്, നിങ്ങളത് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്താണ് നമുക്ക് ഒരു വരുന്ന നെക്സ്റ്റ് ജനറേഷന് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർ സാമ്പത്തികമായിട്ട് ഒരു നല്ല സ്റ്റേബിളായിട്ടുള്ള അവർ നല്ലൊരു കുടുംബം ആകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമൂഹത്തിൽ നല്ലൊരു സിറ്റിസണായിട്ട് വളരുക, ഇത്തരം പല കാര്യങ്ങൾ. അപ്പോൾ അതിന് ഏറ്റവും അടിസ്ഥാനം എന്താ? വിദ്യാഭ്യാസം. അപ്പോൾ ഈ നമ്മളുടെ എല്ലാവർക്കും ഇപ്പോൾ എറണാകുളം പോലെയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 2019 ഒരു ഇൻസിഡൻറ്റ് എങ്കിലും പറയാം. ഇന്ത്യയിൽ ഏതാണ്ട് മുഴുവൻ സംസ്ഥാനങ്ങളിലുമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 49-50 കേന്ദ്രീയ വിദ്യാലയങ്ങൾ നമ്മൾ അനുവദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഭാഗങ്ങൾ പെൺകുട്ടികൾ സിംഗിൾ ഗേൾഡിനാണ് 12 വയസ്സ് വരെ അവർക്ക് ഫീസില്ല. പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിഗണന, ആ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കിട്ടണം എന്ന് കേരളത്തിൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ ഒരു സ്കൂൾ അനുവദിച്ച കേരളത്തിൽ, ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ, ആസാമിൽ, ലഡാക്കിൽ, തമിഴ്നാട്ടിൽ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും കൂട്ട കേരളത്തിൽ വന്നു. അത് ഈ തൃക്കാക്കരയിൽ അനുവദിച്ച് 2019. നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പോക്കാണ് ഞാൻ പറഞ്ഞു. ഇന്ന് എത്ര വർഷം? 2026. ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് പല പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടു, പല പ്രാവശ്യം കളക്ടറുടെ അടുത്തും മന്ത്രിയുടെ അടുത്തും ഒക്കെ പോയി. ഒരു പ്രാവശ്യം ഇതിൻ്റെ അനുമതി റദ്ദാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീ വി മുരളീധരൻജിയുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും അത് ഇനിഷ്യേറ്റ് ചെയ്ത് വന്നു. പക്ഷെ വീണ്ടും ഇവിടുന്ന് കളക്ടറേറ്റ് വന്നു നോക്കി. നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമാണ് പറയുന്നത്. ഇതേ സമയം ഇത് നമ്മളുടെ ഇത്രയും സൗകര്യങ്ങളുണ്ടോ തമിഴ്നാട്ടിൽ? ഇത്രയുണ്ടോ ലഡാക്കിൽ? ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭംഗിയായി നടക്കുക. നമ്മുടെ നമ്മളുടെ ഇതുവരെ അതിൻ്റെ വസ്തു കണ്ടെടുത്തിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഒരു സർക്കാരിന് എന്തുണ്ടാ അവർക്ക് അതിൻ്റെ അകത്ത് പ്രത്യേക താല്പര്യമില്ല. എത്ര കുട്ടികൾക്ക് ജോലി കിട്ടും? ഒന്നുമില്ല, എൻ്റെ തൊട്ടടുത്ത് എത്ര പുസ്തകശാലകൾ വരും, എത്ര പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായിട്ടല്ല ചെയ്യാൻ പറ്റും, എത്ര സിംഗിൾ ഗേളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിയേനി. ആ നാടിലൊരു വലിയ കാര്യമല്ല ഒരു കേന്ദ്രീയ വിദ്യാലയം. അതുപോലും ചെയ്യുന്നതിനുള്ള ഇച്ഛാശക്തി നമ്മളുടെ ഗവൺമെൻറ്റുകൾ കാണിക്കാതെ വരുമ്പോഴാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഇപ്പോൾ ഇത് അതുപോലെ വളരെ പ്രസിദ്ധമായിട്ട് എന്നോടൊരു പത്രപ്രവർത്തകൻ, ആരാണെന്ന് ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു മൻമോഹൻ സിംഗ് ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് ഭയങ്കര ചിരിച്ചിരിക്കുന്നു. ഓർക്കുക, അദ്ദേഹം ചിരിക്കാറില്ലല്ലോ. അപ്പം മൻമോഹൻ സിംഗ് എന്താണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് എന്നാലും സാറിനെ ചിരിപ്പിച്ച എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് ചിരിപ്പിക്കാനൊരു കാരണമുണ്ട്. കേരളത്തിൽ നിന്നൊരു പ്രമേയം വന്നിട്ടുണ്ട്, ഹൈവേയുടെ നീളം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും അത് പരമാവധി അവർ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ നിന്ന് വന്നേക്കുന്ന ഈ പ്രമേയം വായിച്ചിട്ട് ഞാൻ ചിരിച്ചാന്ന് പറഞ്ഞു. നമ്മളുടെ ഡെവലപ്മെന്റിനോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഞാൻ പറയാണ്, ഞാൻ പറയുന്നത് അതല്ല. നമ്മൾക്ക് ആ ഒരു തുറന്ന സമയം ഇപ്പം നമുക്ക് ജനസാന്ദ്രത പറയാം, പല കാര്യങ്ങളും പറയാം, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ നമ്മൾ എക്സ്ക്യൂസുകൾ പറയുന്നതിന് പകരം അതിലേക്കുള്ളൊരു നമ്മളുടെ ഒരു ഇച്ഛാശക്തി. ഇപ്പം ഇത് നമുക്കൊരു എത്ര 5 ഏക്കർ അല്ലെ 10 ഏക്കറോ സ്ഥലം കാക്കനാടോ അല്ലെങ്കിൽ തൃക്കാക്കര നിയോജകം എടുത്തു കൊടുക്കാൻ പറ്റാത്തതല്ല. അതിനുള്ളൊരു ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റുകളുണ്ടാവും പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടുത്തെ തന്നെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ അവിടുത്തെ തൃക്കാക്കര ഭാഗങ്ങളിലുള്ള മലകൾ ഇടിച്ച ആളുകൾ വരുന്ന പ്രശ്നം. ഞാൻ കേന്ദ്ര പട്ടികജാതി മിഷൻ്റെ ഡയറക്ടറുമായിട്ട് ഞാൻ ഇവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു 1,00,000 വീട് കോളനിയിൽ മുകളിൽ നിന്ന് ഇങ്ങനെ തട്ടായിട്ട് വീടുകളാണ്. ആ മുകളിലത്തെ വീട്ടിലെ ടോയ്ലറ്റിലെ വെള്ളം താഴത്തെ വീട്ടിൽ വരുന്നു. അത് കാണിച്ചിട്ട് ഇവിടെയൊക്കെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇവിടെ നടപടി. എന്തായാലും അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം, കേന്ദ്രീയ വിദ്യാലയം തൃക്കാക്കരയിൽ വരുന്നതിനുള്ള തടസ്സം എന്നതാണ്. ഒന്ന് സ്ഥലം ലഭിക്കാതെ വരുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പം തെങ്ങോട് ഭാഗത്തായിട്ട് ഒരുപാട് തണ്ണീർത്തടം
നികത്തിക്കൊണ്ട് വേണം, ഞാൻ മനസ്സിലാക്കുന്നത് 4 ഏക്കറോ 5 ഏക്കറോ സ്ഥലം നികത്തിക്കൊണ്ട് വേണം അത് ചെയ്യുവാനായിട്ടുള്ള അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള അനുവാദം കിട്ടലും മറ്റു കാര്യങ്ങളും എല്ലാമായി താമസം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ അത് പെർമിഷൻ കിട്ടി എന്നാണ് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് വരുന്നത്. അത് നികത്തി അവിടെ കേന്ദ്രീയ വിദ്യാലയം നഷ്ടപ്പെട്ടു പോകാതെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പ്രിയ സുഹൃത്ത് സജി പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം നരേന്ദ്രമോദി കൊണ്ടുവരുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ വളരെ പ്രസക്തിയുള്ളതാണ്. പക്ഷെ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഹൈടെക് വിദ്യാഭ്യാസം, ഹൈടെക് ക്ലാസുകൾ, ഉന്നത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയ ഒരു ഗവൺമെൻറ്റാണെന്ന് കേരളം ഭരിക്കുന്നത്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും ബിരുദം വരെയുള്ള പഠനം സൗജന്യമാക്കി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലാസ്റ്റ് ബഡ്ജറ്റ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത്. കേരളം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ മാറ്റങ്ങൾക്കും, അത് ഇന്ന് കാണുന്ന മാറ്റങ്ങൾക്ക് ഒരുപാട് ചരിത്രമുണ്ട്. ഇപ്പം അയ്യങ്കാളിയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരം പഠിക്കാൻ അവകാശമില്ലാതിരുന്ന പള്ളിക്കൂടത്തിൻ്റെ പടിവാതിൽ കടന്നു ചെല്ലാൻ അക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നെടുക്കാൻ അവകാശമില്ലാത്ത ഒരു ജനത അന്ന് 1 വർഷക്കാലം നീണ്ടു നിന്ന കർഷക തൊഴിലാളികളുടെ സമരം കേരളത്തിൽ സാക്ഷ്യം വഹിച്ചത് അക്ഷരം പഠിക്കാൻ അവകാശം തരണമെന്നുകൊണ്ടാണ്. തൊഴിലാളി ശമ്പള വർധനവിന് വേണ്ടിയോ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരമല്ല. ആ കാലത്ത് അക്ഷരം പഠിക്കാൻ വേണ്ടി 1 വർഷക്കാലം നീണ്ടു നിന്ന സമരം നടന്ന ഈ കേരളത്തെ പിന്നീട് 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആദ്യം കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലിനെ തുടർന്ന് ഒരു മന്ത്രിസഭയെ ബിൽ കൊടുക്കേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അന്ന് ഗവൺമെന്റിനെതിരായി നടന്ന വിമോചന സമരം ആ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലിന് എതിരായി നടന്ന ഒരു സമരം കൂടിയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ സമ്പൂർണ്ണ സാക്ഷരത കൊണ്ടുവന്ന ഇടതുപക്ഷമാണ്. അതിൻ്റെ തുടർച്ചയായി വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ കാലോചിതമായ പരിഷ്കരണങ്ങൾ കഴിഞ്ഞ UDFിൻ്റെ ഭരണകാലത്ത് പരീക്ഷ നടക്കുന്ന സമയത്ത് പോലും പാഠപുസ്തകം ലഭിച്ചിരുന്നില്ല. വിദ്യാഭ്യാസ കാര്യത്ത് കുത്തഴിഞ്ഞ വിദ്യാഭ്യാസമായി മാറുന്നു. ഇപ്പോൾ ഇതാ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ കൈകളിലേക്ക് പാഠപുസ്തകങ്ങൾ വെച്ച് നൽകുകയാണ് ഗവൺമെൻറ്. എല്ലാ തരത്തിലും അത്യാധുനികമായിട്ടുള്ള ലാബുകളോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരം സംവിധാനങ്ങളോട് തിയേറ്ററുകളോട് കൂടിയിട്ടുള്ള സ്കൂളുകൾ ഈ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഇവിടെ സജി പറഞ്ഞതുപോലെ ഒരു ജനത അതിൻ്റെ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ബേസിക്കായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തി എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം. അപ്പം അത് ഉറപ്പാക്കിയ ഒരു ഗവൺമെൻറ് ഇന്ന് കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരുദ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി. പണ്ട് 57 നമുക്കറിയാം 4ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5ാം ക്ലാസ് മുതൽ പഠിക്കണമെങ്കിൽ പണം കൊടുക്കണം. അപ്പോൾ എല്ലാവരും 4ാം ക്ലാസ് പഠിത്തം നിർത്തും. കരം എടുക്കുന്നവന് മാത്രമാണ് അന്ന് പണം കൊടുത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം ബഹുഭൂരിപക്ഷം നിഷിദ്ധമായിരുന്നു. ആ കേരളത്തെയാണ് ഇന്ന് ബിരുദം വരെയുള്ള അയ്യങ്കാളി പറഞ്ഞത് എൻ്റെ ഒരു 10 BA-ക്കാരെ കണ്ട് മരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ അയ്യങ്കാളിയുടെ നാട്ടിൽ മുഴുവൻ ആളുകൾക്കും, നന്നായി പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി ബിരുദം നേടാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കിയൊരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹൈവേയെക്കുറിച്ച് സജി പറഞ്ഞു. ജനസാന്ദ്രതയുടെ പ്രശ്നമുണ്ട്, വലിയ എതിർപ്പ്. ദേശീയപാത ഓഫീസ് പൊട്ടിപ്പോയതാണ് ഉമ്മൻചാണ്ടി. ആ ദേശീയപാത പദ്ധതി ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ നന്ദി ഗ്രാമിൽ പോയി അവിടുത്തെ മണ്ണെടുത്ത് കൊണ്ടുവന്ന് ഈ കേരളത്തിൽ സമരം നടത്തിയ ഒരു പാർട്ടിയുടെ പേര് BJP എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ദേശീയപാത വികസനം ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എതിരായ സമരം നന്ദി ഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പ്രതീകമായി വെച്ച് ഗവൺമെന്റിന്റെ അന്ത്യമാണ് ഇത് നടപ്പാക്കിയാൽ എന്ന് പറഞ്ഞിടത്ത് നിന്ന് എല്ലാ പ്രതിസന്ധികളെയും പ്രതിഷേധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ദേശീയപാത ഈ ഒരു സംസ്ഥാനത്തും ഇത്രയധികം പണം സംസ്ഥാന ഗവൺമെന്റ് മുടക്കി വന്നിട്ടില്ല. 5500 കോടി രൂപ കേന്ദ്ര സർക്കാരിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്തു കൊടുത്തുകൊണ്ട് ദേശീയപാത വികസനം കേരളത്തിൽ നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ ഈ 10 വർഷക്കാലം നടത്തി ഇന്നും വികസനത്തിന് വേണ്ടി നിന്നിട്ടുള്ളവരാണ്. പുറംതിരിഞ്ഞിട്ടല്ല. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ദേശീയപാത വികസനം, പാലങ്ങളാണെങ്കിലും തോടുകളാണെങ്കിലും ഇപ്പോൾ 100 കോടി മുടക്കി പെരുമ്പളം പാലം വന്നു. 12,000 ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപിനെ അവരെ അത്രയും പേരല്ലേ ഉള്ളൂ, അവരങ്ങ് പോട്ടെ എന്നല്ല, അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് വികസനത്തിന്റെ നേട്ടങ്ങൾ ഏറ്റവും സാധാരണക്കാരനായ അടിത്തട്ടിലുള്ള മനുഷ്യനു കൂടി ലഭ്യമാകുമ്പോഴാണ് വികസനം പൂർണ്ണമാകുന്നത്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനകത്താണെങ്കിലും ദേശീയപാതയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. BJP സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഇന്ത്യ മുഴുവൻ അവർ ഹൈടെക് റോഡുകൾ പണിയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനത്തിലുണ്ടായ കോൺട്രവേഴ്സിയെ കുറിച്ച് അങ്ങേക്കൊന്നും പറയാനുണ്ടോ? കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി മാറ്റിനിർത്തപ്പെടേണ്ടയാളാണോ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി? അതിനോട് എടുത്ത പ്രതികരണം അങ്ങനെ പറയാവുന്നതാണോ?
മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ്, SFIയുടെ ക്ലാസ് ലീഡർ മുതൽ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് മുതൽ സമരം ചെയ്തും ഇത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ടും വളർന്നു വന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ഇതെല്ലാം കഴിഞ്ഞ് മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചത്. അപ്പോൾ മരുമകൻ ആയ ആളെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കിയതല്ല. മന്ത്രിയായതിനു ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തെ ആ പൊതുചടങ്ങിൽ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞത് മരുമോനെ വിളിക്കണമെന്ന് പറഞ്ഞതാണോ? അങ്ങനെയാണോ? അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകാമായിരുന്നോ? ഇവര് പണ്ടൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ കോൺഗ്രസ്സുകാരെ കണ്ടുപിടിക്കുമായിരുന്നു. അല്ലെങ്കിൽ KM മാണിയുടെ മകൻ എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ മാഷിന്റെ ഭാര്യ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇപ്പൊ അങ്ങനെയാണ്. മരുമകനായാലും മകളാവാം. ഇപ്പൊ KMRLന്റെ പൈസയൊന്നും ഏത് വകുപ്പിലാണ് മകൾക്ക് മാസപ്പടിയായിട്ട് വീണോണ്ടിരുന്നത്? ഏത് വകുപ്പിലാണ്? ഏത് ആരോപണമാണ് തെളിയിക്കപ്പെട്ടത്? അല്ല, ഒരു ആരോപണം തെളിയിക്കുക ഈ കാലത്തിനിടയിൽ ഇത് ബാങ്കില് കൃത്യമായിട്ട് വരികയും റെക്കോർഡ് വരികയും ഇതിനു വേണ്ടിയിട്ടുള്ള തെളിവുള്ള സമയത്താണ് ഇത് വരുന്നത്, അല്ലേ? ഞാൻ രണ്ടാമത്തെ കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ തന്നെ ഈ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ചില ചട്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ടുള്ള നിങ്ങൾ ഇന്നത്തെ പത്രങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അധികാരത്തില് CPIക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല, ചില സ്ഥലത്തൊക്കെ ഉള്ളൂ. ഞാനത് പറയാം. അല്ല, ഞാൻ പറയണില്ല. ഞാനതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ദിവാകരൻ സാറിന്റെ കാര്യം പറഞ്ഞില്ലേ. അദ്ദേഹം ചില സമയത്ത് അദ്ദേഹം ഉള്ളത് പറഞ്ഞത് മീൻ കഴിക്കുന്ന ആ കോൺട്രവേഴ്സിൽ പോകണം. നമ്മൾ തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുമ്പോൾ ഇനി നമുക്ക് പൊളിറ്റിക്കലായിട്ട് കുറെ കാര്യങ്ങൾ പറയണ്ടേ. BJP കഴിഞ്ഞ ഇലക്ഷൻ വരെ BDJS-ഉമായിട്ട് സഖ്യത്തിലായിരുന്നു NDA. ഇപ്രാവശ്യം 2020 കൂടെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു മാറ്റം എങ്ങനെയാണ് ശരിക്കും? BJPയുടെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഗ്രാഫുകളൊക്കെ ഒരു വളർന്നു വരുന്ന ഗ്രാഫാണ്. ഇപ്പോൾ ഈ ലാസ്റ്റിലത്തെ 20 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ ഭംഗിയായിട്ടുള്ള ഞങ്ങളുടെ ഒരു പെർഫോമൻസിനെ പറ്റിയിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണുന്നൊരു 19.8 അല്ലെ 20% വോട്ട് വിഹിതം എന്നുള്ളത്. അപ്പോൾ 20% വോട്ട് വിഹിതം വന്നു കഴിഞ്ഞാൽ ജയസാധ്യതകൾക്കായിട്ടുള്ള ചില ബാരിയേഴ്സ് നമുക്ക്. അപ്പോൾ നമുക്കറിയാം, പരമ്പരാഗതമായിട്ടുള്ള BJP അല്ലെങ്കിൽ നമ്മളുടെ അനുബന്ധമായിട്ടുള്ള സംഘടനകളുടെ വോട്ട് ബാങ്കിനെയാണ് കൂടുതലായിട്ട് BJPക്ക് വന്നിരുന്നത്. പിന്നെ അടുത്ത കാലത്ത് ഏറ്റവും വലിയ കുതിപ്പ് വന്നിട്ടുള്ളത് നമ്മൾ ഡെവലപ്മെന്റ് അജണ്ട നമ്മൾ വെക്കുമ്പോൾ. അപ്പം നേരത്തെ ഇതിൽ വന്നിരുന്ന നമ്മൾ നേരിട്ടിരുന്ന വലിയൊരു ഹഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മാർജിനലൈസ് ചെയ്യും. എന്താണ് വർഗീയത, ഇങ്ങനെയുള്ള ചില കേരളത്തിലെ പരമ്പരാഗതമായി പറഞ്ഞു വെച്ച ഒരു ഗീബൽസൻ തന്ത്രത്തിലായിരുന്നു BJP. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പുറത്തു പോകുന്ന ആളുകൾ, ലോകത്തിൻ്റെ മറ്റു കോണുകളിൽ ജീവിക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ, വായിക്കുന്ന പുതുതലമുറ, പിന്നെ ഇത് വാട്സപ്പ് ഉൾപ്പെടെയുള്ള മീഡിയകളിൽ നിന്ന് മനസ്സിലാക്കുന്ന തലമുറ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അങ്ങനെ വലിയൊരു സമൂഹം, എല്ലാ ജനസമൂഹത്തിൽ നിന്നും നമുക്കുള്ള പിന്തുണ വളരെ കുറവ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പോൾ 2020 ഉൾപ്പെടെയുള്ള സമൂഹം, ആ സമൂഹം തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നല്ല രീതിയിൽ വോട്ട് പിടിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിയാണോ? അല്ല, അത് നമ്മളിത് എപ്പോഴും ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഒരാൾ നയിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ, ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പം എത്രയോ പരിചയസമ്പന്നുള്ള V മുരളീധരൻജി ഉണ്ട്, K സുരേന്ദ്രൻജി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതല്ല, ഓരോ സമയത്ത് അപ്പൊ അതല്ലേ അതില് എനിക്കുള്ള വിയോജിപ്പ് പറയാം. അത് ടീമാണ്. ഇപ്പോ ധാരാളം ആളുകൾ നരേന്ദ്ര മോഡിജി വന്നതിന് ശേഷം വരുന്നുണ്ട്. ഞാൻ മോഡിയോടൊപ്പം വന്നാണ് പക്ഷെ മോഡി വരുന്നതിന് മുമ്പ് ഇതിനു മുമ്പിൽ വലിയൊരു കുറെ ആളുകളുണ്ട്. കുറെ ആളുകൾ അവര് അടൽജി മുതൽ വന്നിട്ടുള്ള വലിയ മൂവ്മെന്റ് ഉണ്ട്. അദ്വാനിജിയുടെ സമയത്ത് വന്നൊക്കെ മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ എൻകാഷ് ചെയ്യപ്പെടാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തില് ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടില്ല. BJP വലിയ നിർണായക ശക്തിയായിട്ട് കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം CPIക്ക് 25 സീറ്റുകളാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് അങ്ങനെ തന്നെയാണ്. അതിൽ എനിക്ക് ഏറ്റവും വ്യക്തമായിട്ട് തോന്നിയത് നിങ്ങളുടെ മന്ത്രിമാരെല്ലാം മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണോ? കേരള ജനങ്ങളോട് അത്രയ്ക്ക് വിശ്വാസമാണോ
കേരള ജനത വീണ്ടും 3.0 ജനം വോട്ട് ചെയ്യുന്ന നിലപാടുകൾക്കാണ്. ആ നിലപാടുകൾ നമ്മൾ ഏത് പക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന ഗവൺമെൻറ്റാണ്. സജി ഇവിടെ പറയുന്ന പോലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഗവൺമെൻറ്റോ ഈ കേരളത്തോട് ഒരു അനുഭവപൂർണമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഈ വയനാട് ദുരന്ത കാലത്ത് പോലും പ്രധാനമന്ത്രി അവിടെ വന്ന് നൈസാമോളെ എടുത്ത് തലയിൽ തലോടി ഇതെല്ലാം കഴിഞ്ഞ് പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഏതെങ്കിലും തരത്തിൽ വയനാടിനൊരു സഹായം കിട്ടും. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് എല്ലാം സർവ്വതും നഷ്ടപ്പെട്ടൊരു ജനത നിൽക്കുമ്പോൾ അതിനോടൊരു സഹായം ഉണ്ടാകുമെന്നാണ്. ആ കേന്ദ്ര സഹായം ലഭിക്കാഞ്ഞിട്ട് പോലും സംസ്ഥാന ഗവൺമെൻറ് ഒരുപക്ഷെ മുൻമാതൃകകളൊന്നുമില്ലാതിരുന്നിട്ടും ഒരു പുനരധിവാസ പദ്ധതി നടപ്പാക്കി അത് പൂർണ്ണതയിലേക്ക് എത്തി ജനങ്ങളുടെ കൈകളിലേക്ക് പൂർണ്ണമായി എല്ലാവർക്കും കൊടുത്തുന്നല്ല, കുറച്ച് കൊടുത്തു, 176 കൊടുത്തു, കുറച്ചുകൂടി കൊടുക്കാനുണ്ട്. അതും കൂടി സമ്പൂർണ്ണമായി കൊടുത്തുകൊണ്ട് മാതൃകപരമായ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനം ഇത് വിലയിരുത്തുകയാണ്. പ്രളയകാലത്താണെങ്കിലും ഓഗിയാണെങ്കിലും നിപ്പയാണെങ്കിലും അതുപോലെ തന്നെ കൊറോണയാണെങ്കിലും ഈ കാലഘട്ടത്തിലൊന്നും എങ്ങനെ ഈ സംസ്ഥാന ഗവൺമെൻറ് വരിഞ്ഞു മുറക്കാം, ഈ ഗവൺമെൻറ്റിനെ എങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി കേരളം ഇയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള അനുഭവമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ളത്. പക്ഷെ ഇവിടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ഗവൺമെൻറ്റാണ്, ഒരു മുന്നണി സംവിധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. സജി പറഞ്ഞ പോലെ ഒരു നേട്ടങ്ങൾ, ഈ അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യും. അത് എൻ്റെ പ്രിയ സുഹൃത്ത് സജി മത്സരിക്കണം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയുന്നു ഞങ്ങൾ ഇടതുപക്ഷത്തിൽ കാണാത്തൊരു പ്രവണത. ഞാൻ എന്റെ നമ്മൾ തൃശ്ശൂർ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതെന്താണ് സൗകര്യം? ഏത് വിഷയമാണ്? സീറ്റ് നിങ്ങളുടെ CPയിൽ നിന്ന് മാറി അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നു. CC മൂന്നൻ അദ്ദേഹം BJP ചേർന്നല്ലോ. ഇന്നലെ തലേന്ന് അദ്ദേഹം പോയത് കോൺഗ്രസിൽ പോയി. KPCC ഓഫീസിൽ അദ്ദേഹം ചെന്നു. KPCC ഓഫീസിൽ നിന്ന് സീറ്റ് കിട്ടാതെ അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ഇതെല്ലാം ചാനലുകളെല്ലാം കാണിച്ചു. തൊട്ടടുത്താണല്ലോ BJP ഓഫീസ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ള തരത്തിനകത്തല്ല ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്ന, ഈ സമൂഹത്തിൽ നിന്ന് വരുന്നവരാണല്ലോ ഇപ്പം എൻ്റെ എല്ലാവരുടെയും വീടുകളിൽ നിന്ന് വരുന്നവരാണ്. ഇപ്പം രാഷ്ട്രീയക്കാരാണെങ്കിലും ജീവനക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും എല്ലാം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പം സമൂഹത്തിൻ്റെതായ കുറ്റങ്ങളും കുറവുകളും ഗുണങ്ങളും എല്ലാവരിലും ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്ന എല്ലാവരും എല്ലാം തികഞ്ഞവരാണ് എന്ന തരത്തിലൊന്നും നമ്മളതിനെ കണ്ട. പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച് ഞങ്ങൾ ഒരു മെച്ചപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായി മാറുക എന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ 60 വർഷക്കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നു. പാർട്ടി അദ്ദേഹത്തെ സഹകരണ ബാങ്കിൽ ജോലി നൽകി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ മത്സരിച്ചു, 2 വട്ടം മത്സരിച്ചു. അദ്ദേഹം 2 വട്ടം മത്സരിച്ചു. അദ്ദേഹത്തെ MLA ആക്കി. പാർട്ടി അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചു എന്ന തരത്തിനകത്തൊന്നുമില്ല. പക്ഷേ പാർലമെന്ററി രംഗം വിലയിരുത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തുമ്പോൾ ഈ തവണ അദ്ദേഹം അവിടെ മത്സരിച്ചാൽ ഗുണകരമാകില്ല, അതിനേക്കാൾ മെച്ചപ്പെട്ട കാൻഡിഡേറ്റ് വരണം എന്ന് തീരുമാനിക്കുമ്പോൾ മാറി നിൽക്കണം എന്ന് പാർട്ടി പറഞ്ഞു. അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിലപാടുകൾക്കാണ് വോട്ട്. ജനങ്ങളുടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്, വ്യക്തിപ്രഭാവത്തിനല്ലല്ലോ, നിലപാടുകൾക്കാണല്ലോ വോട്ട്. ആ നിലപാട് എന്തായിരുന്നു? എങ്ങനെയാണ് ഇദ്ദേഹം BJPയുടെ ഇന്ന് സ്ഥാനാർത്ഥിയാകുന്നത്? CPI പുറത്താക്കുന്നു, കോൺഗ്രസ് ഓഫീസിലാണ് ചെല്ലുന്നത്, ഒരു സീറ്റ് വേണം, അവർ ഇല്ലാന്ന് പറഞ്ഞു. നേരെ BJP വെച്ചു, അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാ നിലപാട്? എന്താണെങ്കിലും BJPക്ക് ഒരു സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു വരികയാണെങ്കിൽ സജി ഞാൻ തമ്മിലൊരു ബന്ധം അനുസരിച്ച് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ അദ്ദേഹം ജയിക്കില്ല അവിടെ. ഗീതാ ഗോപി ഒരു 2 ടൈം അവിടെ MLA ആയ ഗീതാ ഗോപി, CPIയുടെ ജില്ലാ കൗൺസിൽ മെമ്പറായ ഗീതാ ഗോപിക്ക് പേയ്മെന്റ് സീറ്റോ? അതെന്ത് ന്യായമാണ് ഈ പറയുന്നത്? ഞങ്ങളടക്കമുള്ള സഹാക്കളുണ്ടല്ലോ, ഓരോ പാർട്ടി മെമ്പർമാരും ചുരുങ്ങിയത് 200 രൂപ വീതം ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുത്തുകൊണ്ടാണ്, പബ്ലിക്കിനോട് കൂടി ഫണ്ട് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ ഒരു ദിവസത്തെ വേതനമാണ് കൊടുക്കുന്നത്. അവിടെ ഒരു പേയ്മെന്റ് സീറ്റ് കൊടുത്ത് പാർട്ടിയുടെ 2 ടൈം MLA ആയിരുന്ന ആളോട് പണം വാങ്ങി സീറ്റ് കൊടുക്കണം എങ്ങനെയാ? ജില്ലാ കൗൺസിൽ മെമ്പർ ആയിരുന്ന ആളോട് പണം വാങ്ങി സീറ്റ് കൊടുക്കണം എങ്ങനെയാ? ഒരു അതിന് കുറച്ച് മുമ്പ് വന്നല്ലോ, വെള്ളപ്പള്ളിയിൽ നിന്ന് പണം വാങ്ങി എന്ന് വന്ന് വെള്ളപ്പള്ളി പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ വാങ്ങി എന്ന് പറഞ്ഞു. എത്ര കൊടുത്തു? 3 ലക്ഷം രൂപ. ബിനോയ് സഖാവ് എന്താ ചെയ്തേ? എത്ര കൊടുക്കണമെന്ന് വെച്ചാൽ 1 ലക്ഷം തന്നാൽ സന്തോഷം എന്ന് പറഞ്ഞു. അകത്ത് പോയി അദ്ദേഹം 3 ലക്ഷം കൊടുത്തു. ഇതാണ് പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെ, ഞങ്ങളുടെ പാർട്ടിക്ക് പിരിക്കാൻ പോലും ലിമിറ്റ് ഉണ്ടെന്നുള്ളതാണ്. 1 ലക്ഷം രൂപ കൂടുതൽ ചോദിക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം വരുമ്പോൾ അത് സംസ്ഥാന സെക്രട്ടറി പോലും വെള്ളപ്പള്ളി എത്ര വേണം എന്ന് ചോദിക്കുമ്പോൾ 1 ലക്ഷം തന്നാൽ സന്തോഷം എന്ന് പറയുന്നത്. വെള്ളപ്പള്ളി പോലുള്ള ഒരു എന്താ പറയുന്നത്, സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ല. അതിനോട് പോലും 1 ലക്ഷം രൂപ എന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ തന്നാൽ സന്തോഷം. അത് പോയി 3 ലക്ഷം വാങ്ങിച്ചു എന്ന് ഓപ്പണായി പറഞ്ഞു ബിനോയ് സഖാവ്. അപ്പോൾ അവിടെ നിന്ന്
അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ പേരിൽ വേറെ വ്യവസ്ഥകളൊന്നുമില്ല, മറ്റു കരാറുകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ഈ രംഗത്ത് പട്ടിണിയാണെങ്കിലും കട്ട് തിന്നില്ല CPI എന്നൊരു പൊതുവെ ഒരു ധാരണ ഞങ്ങൾക്കുണ്ട്. അത് വിശ്വസിക്കാം CPIക്ക് എന്നതുകൊണ്ട് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരാളും ഒരു സമ്പൂർണ്ണമായി ഉള്ള എന്നർത്ഥനത്തല്ല. ഞങ്ങൾക്ക് പൊതുവായ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു നിലപാടുള്ള സന്തോഷോട് മറ്റുള്ള പാർട്ടിയെ ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെങ്കിൽ എനിക്ക് CPM കുറിച്ച് സഹാക്കന്മാരെ പൊഴിഞ്ഞു പോകുന്നു. ഇപ്പൊ ധർമ്മടമായി അല്ല ഏതാ നമ്മുടെ പയ്യന്നൂരായി അങ്ങനെയുള്ള സ്ഥലങ്ങൾ. എന്തായാലും അദ്ദേഹത്തോട് അത് ഞാൻ ചോദിച്ചു, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അദ്ദേഹത്തിന് പരിമിതി ഉണ്ടാവും, അദ്ദേഹത്തിന്റെ പാർട്ടികൾ. ഡോക്ടർ സജി, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, നമുക്ക് പെട്ടെന്ന് സമയം ആണ്. ഈ ഒരു BJPയുടെ ഇപ്പൊ പുറത്തിറങ്ങിയ ലിസ്റ്റ് അനുസരിച്ച് വളരെ നല്ല ആൾക്കാരെയാണ്, വളരെ ഗംഭീരമായ ആൾക്കാരെ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ, ഇപ്പം നേമമായാലും കഴക്കൂട്ടമായാലും അങ്ങനെയുള്ള മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നാലും ഒരുപാട് സാധ്യതകളുള്ള മണ്ഡലങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള, കഴിഞ്ഞ 2 ഇലക്ഷനിലും മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടത് വളരെ ചുരുങ്ങിയ വോട്ടിന്റെ. ആദ്യത്തെ ഇതിൽ 800, കഴിഞ്ഞ പ്രാവശ്യം 1000 വോട്ടിലും താഴെയായിരുന്നു ശ്രീ സുരേന്ദ്രൻ. ഈ പ്രാവശ്യം അതിനെ നിങ്ങൾ എങ്ങനെ ടാക്കിൽ ക്രോസ് വോട്ടിംഗ് ആയിരുന്നാലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും ഇങ്ങനെ മഞ്ചേശ്വരം നിങ്ങൾ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിക്കാറുണ്ട്, അത് നോക്കണം. അവിടെ എങ്ങനെയായാലും ഇലക്ഷനിൽ സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളത് ഈ 2 മുന്നണികളുടെ ഒരു പ്രഖ്യാപിത നയം പോലെയാണ് നമുക്ക് കാണാറുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ടും നമ്മൾ ഈ പ്രാവശ്യം SIR സമയത്തായാലും വ്യാപകമായിട്ടുള്ള രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ടുള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്, ധാരാളം വോട്ടുകൾ. ഈ വിമർശനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വോട്ട് ചേർക്കുന്ന കാര്യത്തിലൊക്കെ ഭംഗിയായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരം. അപ്പോൾ ആ മഞ്ചേശ്വരത്ത് പാർട്ടി അദ്ദേഹത്തോട് അവിടെ മത്സരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതൊരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രചരണം കാര്യങ്ങൾ നടക്കുന്ന മുഴുവൻ ആളുകളിലേക്ക് എത്തുക. ഒരു ഷോർട്ട് ടൈം ആണല്ലോ, പിന്നെ 22 ദിവസം അല്ലെങ്കിൽ 21 ദിവസം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മീൻ ടൈമിനുള്ളിൽ എത്തുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സംസാരിച്ച ഇതിലുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം ആരോടും ഒരു ഐക്യമുള്ള പാർട്ടിയല്ല. ആര് വന്നാലും CPM ആയാലും CPI ആയാലും കോൺഗ്രസ്സുകാരായാലും അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ നമ്മളെ മനസ്സതാണ്. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിൽ 2 രീതിയിലുള്ള രാഷ്ട്രീയക്കാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഒന്ന് BJPക്കാരും, ഒന്ന് നാളെ BJPയിലേക്ക് വരേണ്ടവരും. ഇപ്പോ ഇന്നല്ലെങ്കിലും നാളെ ഇവർക്ക് ഇപ്പൊ CPI പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാവിയിലൊക്കെ CPMന്റെ ഈ പ്രാവശ്യത്തെ ചില പ്രശ്നങ്ങൾ കണ്ടില്ലേ, അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമാണ് BJPയുടെ രാഷ്ട്രീയതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന സ്ഥലമാണ് ത്രിപുര. എന്നാൽ BJP ഭരിക്കുന്ന സ്ഥലമാണ്. BJPക്ക് ഒരിക്കലും BJPക്കാർ പോലും വിചാരിച്ചിരുന്ന സ്ഥലമാണോ ത്രിപുര? ആ ത്രിപുരയിൽ BJPക്ക് ഇത്രയും വലിയൊരു ബേസ് ഉണ്ടാക്കാൻ കഴിയില്ലേ? ഇപ്പൊ ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ ബംഗാളിലെ അവസ്ഥകൾ മാറും. ആസാമിൽ എങ്ങനെയായിരുന്നു BJPയുടെ അവസ്ഥ? അപ്പൊ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ മാറുന്നതോടൊപ്പം ഇപ്പൊ പഴയതിനേക്കാളും മലയാളി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് ഏത് രാഷ്ട്രീയക്കാരായാലും അവർക്ക് BJP ഒരു പാഠപുസ്തകമാണ്. ഇത്രയും വെല്ലുവിളികൾ നേരിടുന്ന, ഇത്രയും നാൾ ഭരണമില്ല, ഇത്ര നാളല്ലോ ഒരു പഞ്ചായത്ത് നമ്മളൊന്നും ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രതീക്ഷയില്ല. ഇപ്പോഴാണ് ഈ പാർലമെന്റ് ഇത്തരം കാര്യങ്ങൾ, നേരത്തെ ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു. ഈ ഇലക്ഷനിൽ നമ്മളുടെ ഐഡിയോളജി പറയുക എന്നുള്ളതിനെ പറ്റിയായിരുന്നു 2014 അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകൾ. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ഞങ്ങൾക്ക് ജയിക്കണം, ജനങ്ങൾക്ക് ഭരണം ഉണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും മറ്റു പദ്ധതികളും എത്തിക്കാൻ പറ്റുള്ളൂ, അത് ഇടയ്ക്ക് മിസ്സായി പോകാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട് ഇപ്പം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു വലിയ സേന, നമ്മൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ജനങ്ങൾ അതിന് പിന്തുണ തരിക. അതല്ലേ മൂന്നാമത്തെ ടേം വരിക അല്ലേ? 2014 വന്നു, 19 വന്നു, വീണ്ടും ഇപ്പോൾ ഒരു ഗവൺമെന്റ് വന്നു. അപ്പോൾ ആ ഒരു ഗവൺമെന്റിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കോൺഫിഡൻസാണ്. അത് പുറത്തുള്ള ആളുകൾക്കായാലും എല്ലാവർക്കും അത് അറിയാം. ഇന്ത്യ എന്നുള്ളത് ഇന്ന് അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു രാജ്യമല്ലേ. അതിൽ ഇവർക്കൊക്കെ ചർച്ചകൾ മാത്രമേ ഇവർ പറയാറുള്ളൂ. ഇവരൊക്കെ മനസ്സാൽ ഇടതുപക്ഷക്കാരായാലും കോൺഗ്രസ്സുകാരായാലും ലീഗുകാരായാലും BJPയുടെ ഈ വികസന രാഷ്ട്രീയത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾ പേഴ്സണലി സംസാരിച്ച് നോക്കൂ, അവർക്കൊക്കെ ഇത് ഇഷ്ടമാണ്. പക്ഷെ പറയുമ്പോൾ അവരുടെ കേരളത്തിലെ രാഷ്ട്രീയ
മറ്റേ എന്താണ് വോട്ടിംഗ് പാറ്റേൺ കാര്യങ്ങളൊക്കെ നോക്കി അവരങ്ങനെ പറയുള്ളൂ. അത് കുഴപ്പമില്ല, അവരതൊക്കെ വോട്ട് ചെയ്യുമ്പോൾ ഭംഗിയായി ചെയ്യട്ടെ എന്നാണ് ഞാൻ പ്രത്യേകിക്കുന്നത്. അല്ല, ഇതിനകത്തെ ത്രിപുരയെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ത്രിപുരയിൽ കോൺഗ്രസ് അടിപെട്ടലേ BJP ചെയ്താ. കോൺഗ്രസിന്റെ MLA-മാരും അവിടുത്തെ അധ്യക്ഷനും അടക്കമുള്ള മുഴുവൻ ആളുകളും BJP ആയി. ഞങ്ങൾ പറയും BJP പർച്ചേസ് ചെയ്തു എന്ന് പറയും. അപ്പൊ അവിടുത്തെ അവിടുത്തെ CPM-ന്റെ ആളുകൾ അത് ഞങ്ങൾ പർച്ചേസ് ചെയ്താ. എന്തായാലും ഈ കേരളത്തിലെ രാഷ്ട്രീയം, അതായത് ശത്രുക്കളില്ല, ഒന്നുമില്ല, പരസ്പരം ഇല്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ 2026. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF സർക്കാരിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമോ, അതോ കേരളം മറ്റൊരു കയ്യിലേക്ക് എത്തുമോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്നു. ഈ വിരൽത്തുമ്പിൽ അവർ മനസ്സിൽ കരുതിയിട്ടുണ്ട്. പക്ഷേ നാടകീയമായ പലതും ഈ 20 ദിവസം കൊണ്ട് സംഭവിക്കാം. മനസ്സ് മാറാം. എന്തായാലും നല്ല രാഷ്ട്രീയമാവട്ടെ കേരളത്തിന് എന്ന് എപ്പോഴും നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്നു. അതിൽ ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയാനുള്ള ഇതുണ്ട്. എന്തായാലും BJP-ക്കും ഒരു നിർഭാഗ്യവശാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു UDF-ന്റെ ഒരു പ്രതിനിധി ഞങ്ങൾ വളരെ ശ്രമിച്ചത് കിട്ടിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നോടൊപ്പം തന്നെ ഇവർക്കും ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ എന്തായാലും ഈ നല്ലൊരു ഡിബേറ്റ് അവസാനിപ്പിക്കുന്നത്. രണ്ടുപേർക്കും, രണ്ട് മുന്നണികൾക്കും മലബാർ ടിവിയുടെ എല്ലാവിധ ആശംസകളും. എന്തായാലും വന്നു സഹകരിക്കാൻ ഒരുപാട് നന്ദി. അവസാനമായിട്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ നമ്മുടെ വോട്ടർമാരോട് കേരളം കൈവരിച്ച 10 വർഷക്കാലം കൊണ്ട് കേരളം കൈവരിച്ച വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, തൊഴിൽ രംഗത്ത്, എല്ലാ രംഗത്തും ഇപ്പം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകിയതാണെങ്കിലും പട്ടയം നൽകിയതാണെങ്കിലും ലൈഫ് മിഷൻ വഴി വീട് നൽകിയതാണെങ്കിലും ഈ വികസന പരിപ്രേക്ഷ്യം ഈ കേരളത്തിൻ്റെ മണ്ണിൽ തുടരണം. അതിനുവേണ്ടി കേരളം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. തീർച്ചയായും നമുക്കൊരുമിച്ച് ഒറ്റക്കെട്ടായി കേരളത്തെ വരുംകാല തലമുറയ്ക്കായി ഈ നേട്ടങ്ങളാകെ കാത്തുവയ്ക്കാൻ, സംരക്ഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പിക്കാൻ ഉള്ള മനസ്സുണ്ടാകണം ഈ കേരളത്തിൻ്റെ മനുഷ്യർക്ക് എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വോട്ടർമാർ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാവൽഭടന്മാരാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ 2014 മുതലുള്ള കേന്ദ്ര ഗവൺമെൻറ്, ആ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ വികസനത്തിന് വേണ്ടിയുള്ള ഗവൺമെൻറ് ആയിരുന്നു. ഒരു കറപ്ഷൻ ഫ്രീ, ഒരാൾ പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാത്തൊരു ഗവൺമെൻറ് ആയിരുന്നു. ആ ഗവൺമെൻറ്റിനെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയ പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ്റുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യണം. നിങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള മലയാളത്തിലെ പത്രങ്ങൾ എടുത്തു വെച്ചിട്ട് അതിൻ്റെ താളുകളിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിക്കണം. ഇവർ പറയുന്ന ആരോഗ്യ കേരളം, ഇവർ പറയുന്ന സാക്ഷര കേരളം, ഇവർ പറയുന്ന വികസന കാഴ്ചപ്പാട്, ഇവർ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥതയുണ്ടോ എന്ന്. നിങ്ങളുടെ വോട്ട് നിങ്ങൾ ഇതുവരെ പരമ്പരാഗതമായി എവിടെ ചെയ്തിട്ടുള്ളോ എന്നുള്ളതല്ല. നിങ്ങളുടെ വോട്ട് വികസനത്തിന് വേണ്ടിയായിരിക്കണം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ ഒരു വികസന കാഴ്ചപ്പാടുകൾ കേരളത്തിനും അവകാശമുണ്ട്. വികസനം നമ്മളുടെ അവകാശം കൂടിയാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ NDAക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. എന്തായാലും കേരളം വളരെ ഐതിഹാസികമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. കാരണം മറ്റുള്ള പരമ്പരാഗതമായ ഒരു ചട്ടക്കൂടിൽ നിന്ന് 3 മുന്നണികളും വളരെ ശക്തമാണ്. എന്തായാലും ജനങ്ങൾ മനസ്സിൽ ചെയ്ത് 9-ാം തീയതി അതിൻ്റെ ഒരു മെയ് മാസം നമുക്കറിയാം കേരളം ആരുടെ കയ്യിലാണ്. പിണറായി ഇപ്പോൾ 0 ആണോ അതോ മറ്റു 2 മുന്നണികളും ഉണ്ട്, അവരാണോ അറിയാം. താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ഒരുപാട് നന്ദി. ഒരുപാട് സ്നേഹത്തോടെ മനസ്സിലാക്കി. എന്തായാലും നിങ്ങളുടെ കയ്യിലാണ്, ജനങ്ങളുടെ കയ്യിലാണ് എല്ലാം. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് മലയാളം TV. ബൈ.